അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നോവയുടെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z വർക്ക് ഉണ്ടായിരുന്നു, ഫുൾ മെക്കാനിക്കൽ വർക്ക്. അതുപോലെ തന്നെ നമുക്ക് ടച്ചപ്പാണ് പറഞ്ഞിരുന്നത് വണ്ടിയിൽ, ബോഡിയിൽ. പക്ഷേ പലവിടെയും പല കളർ ആയതുകൊണ്ട് നമ്മളത് ഒരു ഔട്ടർ ബോഡി, ഫുൾ ഔട്ടർ ബോഡി പെയിൻറ്റിങ് കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഡെൻ്റ് ഉള്ളതെല്ലാം മാറ്റി ഔട്ടർ ബോഡി ഫുള്ളായിട്ട് പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ വർക്ക് A to Z. സസ്പെൻഷൻ പാർട്സുകൾ കംപ്ലീറ്റും പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഷോക്ക്, റിയർ ഷോക്ക്, അതുപോലെ തന്നെ ലോവർ ആം ബോൾ ജോയിൻ്റ്, അപ്പർ ആം ബോൾ ജോയിൻ്റ്, അതിൻ്റെ ബുഷ് കിറ്റുകൾ. HR വണ്ടിയാണ്, ഹരിയാന വണ്ടിയാണ്. ഒരു കസ്റ്റമർ എടുത്തിട്ട് നേരെ നമ്മുടെ അവിടെ വർക്കിന് കൊണ്ടുവന്നു. A to Z വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം എല്ലാ വർക്കും ഉണ്ടായിരുന്നു. ക്ലച്ച് വർക്ക്, അതുപോലെ തന്നെ എന്താ പറയുക, എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, മൊത്തത്തിൽ വരുമ്പം ഒരു വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നമ്മൾ A to Z കംപ്ലീറ്റ് വർക്ക് ഇതിനകത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓടിച്ച് നോക്കുമ്പോൾ അലൈൻമെൻറ്റ് ചെയ്ത് ഓടിച്ച് നോക്കുമ്പോഴും വണ്ടി പക്ക ഓക്കെയാണ്, സൈലൻ്റ് ആണ്. വണ്ടി ഓടിക്കാനായിട്ട് നല്ല സ്മൂത്ത് ഉണ്ട്. അതുപോലെ ക്ലച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും മാറ്റിയതിൽ നല്ല സ്മൂത്താണ്. ഇപ്പോൾ നമുക്ക് ചവിട്ടുമ്പോൾ ഒരു കൂടെ ക്ലച്ച് ഇടുമ്പോൾ എപ്പോഴും നമുക്കൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുകയില്ല, നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഡീസൽ ഫിൽറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് കസ്റ്റമർ ഓൾറെഡി പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തൊന്ന് ക്ലിയർ ആക്കണം. അത് മാത്രമേ പെൻഡിങ് ഉള്ളൂ. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ പക്ക നീറ്റ് തന്നെയാണ്. ഡാഷ്ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. ഈ സെറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ ഡാഷ്ബോർഡ് ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു വിറയൽ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്ക് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത്. വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിൽ സൈലൻസർ തട്ടുന്നുണ്ട്. ഇതിൻ്റെ ബോഡി ബുഷ് ചെറുതായിട്ട് വീക്കാകുമ്പോൾ നമുക്ക് ഈ ബാക്കിൽ സൈലൻസറിൻ്റെ ഒരു ബെൻഡ് പോർഷൻ വരുന്നുണ്ട് ഏറ്റവും ബാക്കിൽ. ആ ഒരു പോർഷനിൽ ചേസും ഇതുമായി ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ആ ഗ്യാപ്പിൽ ഈ സൈലൻസർ വന്നിട്ട് ബോഡിയുമ്പോൾ തട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഒരു സൗണ്ട്, ഒരു വിറയൽ സൗണ്ട് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് ഒരു എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ കൺസോൾ ബോക്സിൻ്റെ അവിടെ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ സീറ്റിൻ്റെ ഒരു ചെറിയ ചെറിയ സൗണ്ടുകളുണ്ട്. അത് നമുക്ക് ഫൈനൽ എല്ലാം ഒന്ന് നമ്മുടെ സീറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്ത് ഡോർ പാഡൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വരുമ്പോൾ പക്ക ക്ലിയർ ആകും. പിന്നെ കസ്റ്റമർക്ക് മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നത് വെള്ളം ലീക്കാണ്. എല്ലാ ഡോറിൻ്റെ ഉള്ളിൽ കൂടിയും വെള്ളം താഴത്തേക്ക് ഈ ഫ്ലോറിലേക്ക് വരുന്നു എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ബീഡിങ്ങുകളെല്ലാം കംപ്ലീറ്റ് മാറ്റി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ വെള്ളം വാട്ടർ വാഷൊക്കെ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, പക്ക നീറ്റായിട്ട് തന്നെ ഇരിക്കണം. ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് ഇല്ല. നേരത്തെ 2 ഫ്ലോറിലും വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ബീഡിങ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കിയപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബോഡി കളർ നമ്മൾ അടിച്ചിരിക്കുന്നത് ഗ്രേ ആണ്. ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വരുന്ന ഏതാണോ കളർ ആ ഒരു കളർ ടോണിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പല ഭാഗത്തും പല കളറായിരുന്നു. ബോഡിയിലും കുറേ ഡെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കളർ കോഡ് എടുത്തിട്ട് നമ്മൾ പെയിൻ്റ് എടുത്ത് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത്. ഫുൾ ബോഡി, ഔട്ടർ ബോഡി ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് കാര്യങ്ങളൊക്കെ കസ്റ്റമർ നേരത്തെ തന്നെ ചെയ്തതാണ്. പക്ഷേ അതിൽ സ്കേർട്ടിലൊക്കെ ഭയങ്കര ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ക്രോം, അതുപോലെ ഗ്രില്ല്, ഫ്രണ്ട് ഗ്രില്ല്, ഫോഗ് ലാമ്പിൻ്റെ കവർ നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. നേരത്തെ പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് വന്നത്. അതേ ടൂണിൽ തന്നെ പിയാനോ ബ്ലാക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫുൾ ബോഡി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വാട്ടർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാക്സ് ഇടാനുണ്ട്. വാക്സ് മാത്രം ഫൈനൽ നമ്മൾ ഇടാനായിട്ട് ഉണ്ട്. അപ്പോൾ വാക്സ് ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുള്ളൂ. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കേർട്ടിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവിടെ ഒരു ബീഡിംഗ് ഒക്കെ ഇട്ടിട്ടായിരുന്നു നേരത്തെ സെറ്റ് ചെയ്തിരുന്നത്. അത് നല്ലൊരു ഗ്യാപ്പ് ഫീലിംഗ്, അത് ഫിറ്റിങ്ങും കറക്റ്റ് അല്ലായിരുന്നു ബാക്കിലെ സ്കേർട്ട്. അത് ഫുള്ള് നമ്മൾ റീസെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിലും അതേ കളർ, ബോഡി കളർ ഏതാണോ ഗ്രേ കളർ, ആ കളർ ടൂണിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ പിയാനോ ബ്ലാക്ക് ബാക്കിൽ അടിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുള്ളൂ. ഗ്രേ ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും ആ ഒരു പോർഷൻ മാത്രം നമ്മളത് പിയാനോ ബ്ലാക്ക് അടിച്ച് ബാക്കിയെല്ലാം ഗ്രേയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അധികം നമ്മൾ ഫിറ്റിങ്സൊക്കെ ഇറക്കി ഫുൾ പെയിൻറ്റിങ് ഇല്ല, ഫുൾ ബോഡി മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്പോയിലർ നമ്മൾ പിയാനോ ബ്ലാക്കിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് അത് നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ഡോർ ബീഡിങ്ങും മാറ്റിയതുകൊണ്ട് നമുക്ക് ഡോർ അടയ്ക്കാൻ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യും. അത് കുറച്ച് ദിവസം അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിലീസാവും. പിന്നെ പക്ക നീറ്റാവും. ചെറിയ ബീഡിങ്ങിൻ്റെ ഒരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അടയ്ക്കുമ്പോൾ അടയും, പക്ഷെ കുറച്ച് പ്രഷർ കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് അങ്ങനെ ഇരുന്ന് സീറ്റിംഗ് ആകുമ്പോൾ വീണ്ടും നമുക്കത് ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ അടയും.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.